പ്രതിഷേധങ്ങൾക്കൊടുവിൽ +2 സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. ശനിയാഴ്ച പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. പരീക്ഷാഫലം വൈകുന്നത് മൂലം നിരവധി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായിരുന്നു. വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ ചേരുന്നുണ്ട് തിരുവനന്തപുരം. അഞ്ജു, ഏതായാലും UDF സർക്കാരിന്റെ മറ്റൊരു പിടിപ്പുകേടിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിരുന്നു സേ പരീക്ഷാഫലം വൈകിയത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമരത്തിനൊരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആകണം ഇപ്പോൾ സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നത്. എന്തായാലും ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും ഫലം, അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ? അതെ സിജു, അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ +2 പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാത്തതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കേൾക്കേണ്ടി വന്നത്. പല വിദ്യാർത്ഥികളടക്കം ഓഫീസുകളിൽ വിളിച്ചു ചോദിച്ച് എന്താണ് റിസൾട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴൊന്നും ഒരു കൃത്യമായ തീയതി പറയാൻ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോ മന്ത്രിക്കോ കഴിഞ്ഞില്ല. ഒടുക്കം മന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മറ്റന്നാൾ, അതായത് ശനിയാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. സമയമൊന്നും നിലവിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തായാലും മറ്റന്നാൾ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ +2 സേ പരീക്ഷയുടെ റിസൾട്ട് അടക്കം വന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് മറ്റു കോഴ്സുകളിലേക്ക് ചേരുന്ന കാര്യത്തിലടക്കം തീരുമാനങ്ങൾ എടുക്കാനും അതുമായി നടപടികളുമായി മുന്നോട്ട് പോകാനും കഴിയൂ. നാളെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ അയക്കാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. എന്തായാലും ഇനി എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഈ സേ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയക്കാൻ കഴിയില്ല. അത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അയക്കാൻ കഴിയില്ല എന്നൊരു ആശങ്ക ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കോളേജുകളിലേക്കും ക്ലാസുകൾ തുടങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഇനി ഇവരുടെ ഭാവി എന്താണെന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. എന്തായാലും ഈ ആശങ്കകളൊക്കെ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും പരാതികളും മന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ജു, ഈ സേ പരീക്ഷാ ഫലം തന്നെ, സേ എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് വന്നത് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ്. ഇവിടെ നിരവധി വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പഠനം അടക്കം മുടങ്ങുന്ന സാഹചര്യത്തിൽ, ഡിഗ്രി പ്രവേശനം പോലും ഒരുപക്ഷെ മുടങ്ങുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ പിടിപ്പുകേട് തന്നെയാണ് മുൻ സർക്കാരുകൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം വിലയിരുത്തട്ടെ എന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഈ സർക്കാരിന്റെ കാലത്ത്, അതായത് ജൂൺ 29-നായിരുന്നു പരീക്ഷ ആരംഭിച്ചത്. ഈ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂലൈ 3-ാം തീയതി പരീക്ഷ അവസാനിക്കുകയും ചെയ്തു. പക്ഷേ 2 ആഴ്ച സമയം കഴിഞ്ഞിട്ടും 2.5 ആഴ്ച കഴിഞ്ഞിട്ടും സർക്കാരിന് റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. മുൻ സർക്കാരിന്റെ കാലത്തൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പരീക്ഷാ പേപ്പർ പരിശോധിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം വിദ്യാർത്ഥികൾക്ക് മറ്റ് കോഴ്സുകളിലേക്ക്, ഉന്നത കോഴ്സുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒഴുകും. പക്ഷേ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളിലൊന്നും ഇനി വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധിയാണ്. കാരണം അതിന്റെ അഡ്മിഷൻ നടപടികൾ നാളെ അവസാനിക്കും. എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ നടപടി നാളെ എന്തായാലും അവസാനിക്കാൻ പോവുകയാണ്. അപ്പം വിദ്യാർത്ഥികൾക്ക് ഈ അധിക മാർഗവുമായി ബന്ധപ്പെട്ടാണ് ഇംപ്രൂവ്മെന്റ് നടത്തുന്നത്. ആ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സേ പരീക്ഷയിൽ ഏതെങ്കിലും ചെറിയ തോതിൽ മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വലിയ ആഗ്രഹത്തോടു കൂടി എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടമാകും. സർക്കാരിന്റെ ഈ ഒരു പിടിപ്പുകേട് കൊണ്ട് തന്നെ ഒരു വർഷം നഷ്ടമാകുന്ന അവസ്ഥയാണുള്ളത്. നാളെയാണ് എഞ്ചിനീയറിംഗിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. പക്ഷെ ആ സമയത്ത് പോലും റിസൾട്ട് വരുത്തില്ല. ഇന്നെങ്കിലും റിസൾട്ട് വന്നിരുന്നെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ടെങ്കിലും ഈ അപേക്ഷ സമർപ്പിക്കാനുള്ളൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിനുപോലും സർക്കാർ സമ്മതിക്കുന്നില്ല. വിദ്യാർത്ഥികളെ മാനസികമായി തന്നെ തളർത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 25-ാം തീയതി ശനിയാഴ്ച എന്ന് പറഞ്ഞത് വലിയ ഒരു കാലതാമസം തന്നെയാണ്. മറ്റു കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്താനുള്ള ഒരു കാലതാമസം ഉണ്ടാവും. ഇനി ഒരു വർഷം കാത്തിരുന്നിട്ട് വേണം അവർ ആഗ്രഹിക്കുന്ന ഒരു പഠന മേഖലയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മളടക്കം ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിക്ക് ഇത്തരത്തിൽ ഇന്ന് തന്നെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. ഉടൻ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ഒരു പിടിപ്പുകേടും ഉണ്ടായിരുന്നില്ല. വി ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് കൃത്യമായി തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് അടുത്ത കോഴ്സുകളിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളടക്കം വേഗത്തിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു പിടിപ്പുകേട് തന്നെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ കുട്ടികൾ കൂടി ഇരകളാകുന്നു എന്ന കാര്യമാണ് ഏറ്റവും അഞ്ജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് +2 സേ പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങൾ നൽകിയത്.